ഇടതു ബാന്ധവം ഉപേക്ഷിച്ച് വനവാസത്തിനിറങ്ങിയ അല്ലെങ്കിൽ തെരുവ് യുദ്ധത്തിനിറങ്ങിയ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അടച്ചത് പിണറായി വിജയനാണെന്ന് പി വി അൻവർ കരഞ്ഞ് നിലവിളിക്കുകയാണ്. പി വി അൻവർ DMK-യുമായി സഹകരിക്കാൻ ചെന്നൈയിൽ പോയി സ്റ്റാലിനെയൊക്കെ കണ്ടു. സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ചങ്ങാത്തമുള്ള ആളാണെന്ന് പി വി അൻവർ മറന്നുപോയി. അതുമല്ല CPM-യുമായി നല്ല ചങ്ങാത്തത്തിലാണ് സ്റ്റാലിൻ. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റാലിനോട് പറയുന്നു, എന്നെ DMK-യിൽ എടുക്കണം, കേരളത്തിൽ DMK ഘടകത്തിൻ്റെ നേതാവാക്കണമെന്നൊക്കെ ഈ പി വി അൻവർ ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റാലിൻ ഗെറ്റ് ഔട്ട് അടിച്ചു. എന്നിട്ട് വാശിപ്പുറത്ത് സ്റ്റാലിനോടുള്ള വാശിയാണോ പിണറായിയോടുള്ള വാശിയാണോ എന്നറിയില്ല, DMK എന്ന് പറഞ്ഞ് തന്നെ സംഘടനയ്ക്ക് പേരുമിട്ടു. ആദ്യം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ സംഘടന, പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അല്ലാതൊരു സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നടത്താൻ വേണ്ടിയുള്ള ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഒരു സംഘടന മാത്രമാണ് എന്ന് പറഞ്ഞെങ്കിലും അതിന് രാഷ്ട്രീയ സ്വഭാവം വന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടിയാണ്. എന്താണ്, പാലക്കാട് UDF-നെ പിന്തുണച്ച പി വി അൻവറുടെ DMK ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി. ഇതൊക്കെ ചരിത്രം. ഇനി പി വി അൻവർ എങ്ങോട്ടാണ്? കോൺഗ്രസിലെ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ പോയി അതീവ രഹസ്യമായി കണ്ടു. ആരോടും പറയരുത്, ഞാൻ കോൺഗ്രസിലേക്ക് വരികയാണ്, എന്നെ കോൺഗ്രസ് ഏറ്റെടുക്കണം, കോൺഗ്രസ് ഏറ്റെടുത്താൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. അവരും പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രനായി തന്നെ തുടരുക, സ്വതന്ത്രനായി തുടർന്ന് നിലമ്പൂരിൽ വീണ്ടും ജയിക്കുകയാണെങ്കിൽ മുന്നണി പ്രവേശമൊക്കെ നമുക്ക് നോക്കാമെന്ന് കോൺഗ്രസ്സുകാർ നേതാക്കൾ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് നേതാക്കളും ഇത് പിണറായി ചെയ്തതുപോലെ അല്ലെങ്കിൽ സ്റ്റാലിൻ ചെയ്തതുപോലെ വാതിലടച്ചിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നത് പോലെ പറഞ്ഞു എന്ന് പി വി അൻവർ ഗണിച്ചു. അങ്ങനെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചതും. പി വി അൻവർ നേരെ എവിടെ പോയി? നേരെ ലീഗിൻ്റെ പാളയത്തിൽ പോയി. ET മുഹമ്മദ് ബഷീറിനെയും അബ്ദുൽ വഹാബ് MP-യെയും ഒക്കെ പോയി കണ്ടിട്ട് കരഞ്ഞു പിടിച്ച് കാര്യം പറഞ്ഞു. എന്താണ്, ഞാൻ വേണമെങ്കിൽ ലീഗുമായി അങ്ങ് ലയിക്കാം, നിലമ്പൂരിൽ ഒറ്റയ്ക്ക് നിന്നാൽ പച്ച പിടിക്കില്ല, ക്ലച്ച് പിടിക്കില്ല, സഖാക്കളൊക്കെ ഇപ്പോൾ കൂവി വിളിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതിയാൽ 40 അനുകൂല പോസ്റ്റുകളാണെങ്കിൽ 40,000 എതിർ കമൻറ്റുകളാണ് വരുന്നത്. അതാണ് എൻ്റെ അവസ്ഥ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞാൻ നിങ്ങളുടെ സമുദായക്കാരനല്ലേ, നിലമ്പൂരിൻ്റെ MLA അല്ലേ, ഞാനും കോടീശ്വരനല്ലേ, എന്നോടൊന്ന് കനിയണം എന്നൊക്കെ പോയി പറഞ്ഞു നോക്കി. അവിടെ നിന്നും ആട്ടിയകറ്റി ഓടടാ പുറത്തെന്ന് പറഞ്ഞു. അവിടെയും രക്ഷയില്ല. അതുകൊണ്ട് പിന്നെ എന്താണ്, നിലവിളിയാണ്, വെപ്രാളമാണ്. എന്നിട്ട് പറഞ്ഞു, ലീഗ് വഴി UDF പ്രവേശനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ലീഗുമായി ഒരു സഹകരണമില്ല. പിന്നെ കോൺഗ്രസിലോട്ട് ചേരുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇതാരെ ബോധിപ്പിക്കാനാണ് ഈ പി വി അൻവർ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? എന്നിട്ട് എന്ത് ചെയ്തു? ദേശീയ പാർട്ടികൾ, അതായത് BSP മായാവതിയുമായി ലയിക്കാനൊരു ശ്രമം നടത്തി. എന്നിട്ട് അങ്ങോട്ട് അടുത്തടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് BSPക്ക് ശക്തി പോലെ, ശക്തി ക്ഷയിച്ച പാർട്ടിയാണ്. ആന പാർട്ടിയാണെങ്കിലും, ആന ചിഹ്നത്തിലുണ്ടെങ്കിലും, ആന പാർട്ടിയാണെങ്കിലും ആനയുടെ അത്ര ചിഹ്നത്തിൽ മാത്രമേ ആനയുടെ വലിപ്പമുള്ളൂ, ആനയുള്ളൂ, ഇവർക്ക് ശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ പോയതോടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ അവർക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് പി വി അൻവറിന് കൊടുക്കാമെന്ന് ഏറ്റതായാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത്. പി വി അൻവർ പറയുന്നത് കൊണ്ട് പകുതി മാത്രം വിശ്വസിച്ചാൽ മതി, നാളെ കോൺഗ്രസ്സിൽ ലയിച്ചുകൂടാ എന്നില്ല, അല്ലെങ്കിൽ ലീഗിൽ പോയിക്കൂടാ എന്നില്ല. ഇനി എന്തിന് വീണ്ടും ചരട് വലിച്ച് LDF-ൽ തന്നെ ചെന്ന് ചേക്കേറിക്കൂടെ? എല്ലാം പറഞ്ഞ് ക്ഷമ പറഞ്ഞിട്ട് ഇടത് സ്വതന്ത്രനെ തന്നെ വീണ്ടും മത്സരിച്ചു കൂടാ എന്നുമില്ല. പി വി അൻവറാണ് ആൾ, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയല്ല. ആരോപണങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞെങ്കിലും ഒരു ആരോപണത്തിനും പിന്നാലെയും അദ്ദേഹം പാഞ്ഞു പോയില്ല. എല്ലാ ആരോപണങ്ങളും പോലീസും അതുപോലെ തന്നെ സർക്കാരും തള്ളിക്കളഞ്ഞപ്പോൾ വിജിലൻസിൻ്റെ നാമമാത്രമായ അന്വേഷണം MR അജിത് കുമാറിനെതിരെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ MR അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് മാത്രമാണ് അന്വേഷണം നടക്കുന്നതെന്നതും വസ്തുതയാണ്. മറ്റു കാര്യങ്ങളൊക്കെ സർക്കാരും പാർട്ടിയും തള്ളിക്കളഞ്ഞു. P ശശിക്കെതിരെയുള്ള ആരോപണം, അതുപോലെ പിണറായി വിജയനെതിരെയുള്ള ആരോപണമൊക്കെ പാർട്ടി തള്ളിക്കളഞ്ഞു, മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. അതുകൊണ്ട് പി വി അൻവർ പറയുന്നത് നമുക്ക് പകുതി മാത്രം വിശ്വസിച്ചാൽ മതി, തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നൽകുമെന്നാണ് പി വി അൻവറിൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ.